എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഒരു അടിപൊളി ഈറ്റിംഗ് ചലഞ്ച് ആണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ കട്ട മത്സരമായി ഇന്നത്തെ. കാരണം റാവുത്തറ, വിനീഷ് ബ്രോ, നന്ദുവളിനെ ഇവർ മൂന്ന് പേരോടുള്ള മത്സരമാണ്. കഴിഞ്ഞാണ് പറഞ്ഞിട്ട് റാവുത്തറ ടീം മോശമായിരുന്നു, ഇങ്ങനെ ടീം ബലമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ പോരുന്നു. ഇല്ല അങ്ങനല്ല, പക്ഷെ നമുക്ക് പോരുന്നല്ലേ, ഒറ്റയ്ക്ക് വരാം. അപ്പോൾ നോക്കാമല്ലോ നമുക്ക് ആർക്കാണ് ചെയ്യാം. പിന്നെ വേറെ കാര്യം വെച്ചാൽ നമുക്ക് 2.5 കിലോ ഭാരമുള്ള പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. 2.5 കിലോ ആണ് വെയിറ്റ് ചെയ്യുന്നത്. ഇത് എമ്മണ്ടം പ്ലേറ്റ് ആണോ ബ്രോ? ഇത് ഇവർക്ക് ഇത് മനസ്സിലാണെങ്കിലോ കൈ വെക്കുന്നതിന്റെ അല്ല ബ്രോ. ഇത് നമ്മൾ ഇങ്ങനെ കുത്തിക്കുക, സുവിന്റെ അര വരെ കാണും ഇതിന്റെ പൊക്കം. അപ്പോൾ നമ്മൾ ഇന്നെടുക്കുന്നതെന്ന് വെച്ചാൽ നല്ല ഒരു ആക്രമണം വന്നു കഴിഞ്ഞാലേ കൊള്ളാം. അപ്പോൾ ഇന്നത്തെ മത്സരം വെച്ചാൽ നല്ല ചോറാണ്, നല്ല നാടൻ ചോറല്ല, നാടൻ അരിയല്ല, പൊന്നിയരിയാണ്. അത് ഹിന്ദിക്കാർ ശൈലം കേട്ടോ. സത്യം പറഞ്ഞാൽ ഹിന്ദിക്കാരുടെ കുറേ നാൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനൊരു പ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ മേടിച്ചു. അപ്പോൾ പൊന്നിയരിയും കൊണ്ടും പൊന്നിയരി ചോറും കേരള ചിക്കൻ കറി. അപ്പോൾ വലിയ പീസ് കേട്ടോ, വലിയ പീസ് ചിക്കൻ കറി കേട്ടോ. സുബിൻ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാല് നന്ദു, ഞാന്, റാവുത്തറ മൂന്നായിട്ട് മത്സരിക്കുക. ഇപ്പുറത്ത് 4ാമതൊരു ടീമോട് വരിക. ഞങ്ങൾ 3 ചേർന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ. ഒരുമിച്ചിരുന്നാലും 4 പേരായിട്ടിരുന്നാലും കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അറിയാം. ഇനി നമുക്ക് യാതൊരു തർക്കമില്ല. ഇന്നത്തെ മത്സരത്തിൽ അറിയാം നമുക്ക് ആരാണ് പവർഫുൾ റിയൽ വിന്നർ ആണ്. ഇവർ വിനീഷ് ബ്രോ ആണ് ഒരടി മുന്നിൽ നിൽക്കുന്നത്. റാവുത്തർ ഹൈദരാബാദ് പോയിട്ട് വന്നതിന് പോരാ. റാവുത്തർ ഇപ്പൊ ഇച്ചിരി അല്ല, ഹൈദരാബാദ് പോയിട്ട് വന്നതിന് പിന്നെ ഇച്ചിരി ഷോക്കായിട്ടുണ്ടല്ലേ. സമയം സെറ്റ് ആയിട്ടുണ്ട്. എനിക്കാണ് ക്ഷീണോ പഴയ പോലെ. ഞാനൊരു 45 ദിവസമായിട്ട് ഡയറ്റിങ്ങില്ല, കുറച്ച് ഡയറ്റ് കൺട്രോൾ മെലിഞ്ഞുണങ്ങി ഒരു പരിവായുണ്ട്. നല്ല ഡയറ്റ് ആണ്. 40 ദിവസത്തെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ മാത്രം കഴിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പോയാലോ. ഗായ്സ്, അപ്പോൾ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇതാ നമ്മുടെ 2 കിലോ പ്ലേറ്റ്. 2 കിലോ പ്ലേറ്റിനകത്ത് ചോറോട് കഴിയുമ്പോൾ കുറേ ഉണ്ട്. ചിക്കൻ പീസ് 4 കിലോ ഉണ്ട്. ചോറ് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ കാണുന്നതിന് ഇഷ്ടം പോലെ ചോറുണ്ട്. ചിക്കൻ കുറച്ച് വെച്ചോളൂ, കാരണം ചോറ് ഇത്രയും കഴിക്കണം. അതുകൊണ്ട് ഇവിടെ ചിക്കൻ കഴിക്കാൻ പാടില്ലേ. ചിക്കൻ പാടാണ്, ചോറും കൂടെ ഉള്ളതുകൊണ്ട് പാടാണ്. റാവുത്തർ ഈക്വലി ഡിവൈഡ് ചെയ്ത് 2 പീസ് ആക്കിയിട്ടുണ്ട്. റാവുത്തറുണ്ട്. ഇതെല്ലാം ഈ വരയൊക്കെ താങ്കൾ എന്തെങ്കിലും നാലായിട്ട് വായിക്കൂ. ഷാപ്പോട്ടരാമ സ്റ്റൈലിൽ കഴിക്കും നിങ്ങൾ. പാത്തി കിട്ടിയേക്കാണ്, വണ്ടുണ്ടാക്കിയേക്കാണ് അവിടെ. നന്ദോളി പേടിയുണ്ടോ? ആസ്വദിച്ച് കഴിക്കാനുള്ള പ്ലാൻ. അത് തന്നെ സംഭവം കൊള്ളാം. നമുക്ക് തുടങ്ങിയല്ലോ. സമയം വെച്ച് ചുമ്മാ കാണാൻ വെച്ചേക്ക രസത്തിന്. ആരാ തീർക്കുന്നത് പെട്ടെന്ന് തുടങ്ങാം. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇഞ്ചോടിഞ്ച് മത്സരം. ക്യാമറ അവിടെ നിന്ന് മാറ്റാൻ പറ്റത്തില്ല കേട്ടോ, ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അവിടെ സെറ്റ് വെക്കാം. വാശിയേറിയ മത്സരം, ഇഞ്ചോടിഞ്ച് മത്സരം. റാവുത്തറിനുള്ള റാവുത്തർ ഒരു സൈഡിൽ നിന്ന് തീർന്നിരിക്കുകയാണ്. റാവുത്തർ ഒരു സൈഡിൽ നിന്ന് തീർന്നിരിക്കുകയാണ്. വിനീഷ് ബ്രോ കിടന്ന് കഴിക്കുന്നു. നന്ദവളിയൻ ഉണ്ട്, വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ഇഞ്ചോടിഞ്ചുണ്ട്. നന്ദവളിയൻ കമോൺ. റാവുത്തർ കമോൺ. പക്ഷെ പറ്റത്തില്ല, കയറി വരും പുള്ളി. ഒപ്പത്തിനൊപ്പമാണ്. വെള്ളമാണ് പറയണം. ഒപ്പത്തിനൊപ്പമാണ്. ചിക്കൻ ഉണ്ട്. നന്ദുവളിയനോടെ സൈഡിൽ നിന്ന് കഴിക്കുന്നു. മനോഹരമായിട്ടാണ് കഴിക്കുന്നത്. ഒരു പക്ഷേ വിജയിക്കാമെന്ന സാധ്യതയുണ്ട് നന്ദുവളിയൻ. റാവുത്തർ റാവുത്തറിന്റെ തിരിച്ചുവരവാകും. മുന്നിലാര്
പറയാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അമ്മാതിരി കളി. അത് നന്ദോളിലാണ് സൈഡ്. ചുമ്മാ മത്സരിക്കുന്ന പറയുന്നത് ഏലയുടെ ഈ സൈഡ് കണ്ട കേട്ടോ. ചിക്കൻ പീസേ കൊള്ളാം കൊള്ളാം, ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇഞ്ചോടിഞ്ച് മത്സരം. ചിക്കൻ പീസ് കേട്ടോ. വരാം വരാം വരാം, അവസാനമാക്കി പിടിക്കുന്നത്. വെള്ളം ഇറക്കലും വെള്ളം നന്ദോളി ചാറ് വേണം, ചാറ് കമോണ്ട്രാ എന്ന് പറഞ്ഞുകൊണ്ട് ഇഞ്ചോടിഞ്ച് മത്സരം. ഒരു കൂന മാത്രമേ ഉള്ളൂ, ചെറിയ കൂന. ആ കൂന മാത്രമേ ഉള്ളൂ. ചാറ് കൊടുക്ക് ചോട്ടെന്ന് പറഞ്ഞത്. ഒപ്പത്തിനൊപ്പം 3 പേര് ഒപ്പത്തിനൊപ്പം. ചിക്കൻ പീസ് ഉണ്ട്, ഒപ്പത്തിനൊപ്പമാണ്. കേട്ടോ. ഇഞ്ചോടിഞ്ച് പിടി. അതാണ് റാവുത്തർ. പക്ഷെ അപ്പുറത്ത് തീരാറായി റാവുത്തർ. അപ്പുറത്ത് തീരാറായി കേട്ടോ. അപ്പുറത്ത് തീരാറായി കേട്ടോ. തിരിച്ചു വരുന്നു. ഇയാൾ അവസാനം കേറി വരുന്നു. ഒരു ലെഗ് പീസ് ഉണ്ട്. റാവുത്തർ, നന്ദവളിയൻ റാവുത്തർ തൊട്ടുപിറകെ തിരിച്ചു വരുന്നുണ്ട്. റാവുത്തർ പിടി. ഉരുളയുടെ കൈ കുറഞ്ഞു വരുന്നു. പക്ഷെ ആ പിടി പെട്ടെന്നാണോ ഇവിടെ കണ്ട് കണ്ണാടി എടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ചോറുണ്ട്. നന്ദോളിയെ വിട്ടുകൊടുക്കുന്നില്ല ഇവിടെ. ടൈറ്റ് മത്സരം. പീസുണ്ട്. അവസാന റൗണ്ടിൽ നന്ദോളി കണ്ട് പറയേ ചോറ് ചിക്കൻ പീസ് ഉണ്ട് കേട്ടോ. ചിക്കൻ പീസ് തൊടാതെ 2 ഒറ്റ പീസുകളോട് വേർത്തു. പക്ഷെ കാറ്റായി ഇത്രയും നല്ല ശക്തമായ കാറ്റിലും വേർത്തു. അതാ ടെൻഷനായി പോയി, വളരെ ടെൻഷനായി പോയി. ഇദ്ദേഹത്തിന് മുന്നിൽ പതറുവോന്ന്. ശരിക്കും ഒരു പിടി പിടിക്കാൻ കേട്ടോ. അതില്ല പറഞ്ഞ മൊത്തത്തിൽ പിടിക്കാൻ എല്ലാവരും കൂടെ. എന്നെ തോപ്പിക്കാൻ ഇനിയും കാത്തിരിക്കണമെന്ന് ഉറക്കെ പറഞ്ഞതുകൊണ്ട് വിജയത്തിലേക്ക് അവസാന പിടി. അത് വെച്ചേ മിണ്ടുന്നില്ല പുള്ളി സംസാരിക്കണത്. ഞങ്ങളൊക്കെ ഓക്കെയാണ്. ചിക്കൻ തീർന്നില്ലേ? സമയം നോക്കുകയാണെങ്കിൽ ഒരു 4 മിനിറ്റ് സംതിങ് ആയിട്ടുള്ളൂ കേട്ടോ. 4 സംതിങ് ആയിട്ടുള്ളൂ. 4.5 മിനിറ്റ് ആകുന്നേ ഉള്ളൂ. വലിയൊരു കുമ്പാരൻ ചോറാണ് കഴിച്ചത്. വെള്ളം ഇടയ്ക്ക് പുള്ളി വെള്ളം കുടിച്ചില്ല ബ്രോ. ചിക്കൻ പീസ് കഴിച്ചിടും. അത് ചിക്കൻ ഇച്ചിരി മുറ്റായിരുന്നു കഴിച്ചു പുള്ളി. ഇതൊക്കെ പെട്ടെന്ന് ഇത് ഇയാള് കേറി പെട്ടെന്ന് എനർജി കേറി. ഞാൻ വേറെ കഴിച്ചെന്നോണ്ടിരുന്നു. പെട്ടെന്ന് വെപ്രായപ്പെട്ടോട്ടെ. ഈ വേറെ ആളുകളും വന്ന് ഈ മാന്ത്രിക വേറെ കേറി വന്ന് കേറിയത് വന്നു കഴിച്ചു നിന്നു. ഓക്കെ, ഇയാളെ തോൽപ്പിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരിക. നമ്മൾ ഈ വാഗൊണ്ട് മാത്രം പറഞ്ഞവരല്ല, കമന്റിൽ എഴുതി വിടുന്നവരുമല്ല. ഗൈസ്, അങ്ങനെ ചോറും ചിക്കനും മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ ഇദ്ദേഹം തന്നെയാണ്. മാറ്റങ്ങളൊന്നും ഇല്ല. റാവുത്തർ വന്ന ഞാൻ റാവുത്തർ വന്ന കുഴപ്പമുണ്ട്. ഹൈദരാബാദ് പോയിട്ട് വന്ന പിന്നെ റാവുത്തർ വീട്ടിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ബീഫായിരുന്നു. റാവുത്തർ അത് കൂട്ടി ഒരു പിടി പിടിച്ചിട്ടാണ് പറയത്തില്ല. കാരണം പറഞ്ഞു തോറ്റു ചേട്ടനായി പോകും. 2 പ്ലേറ്റ് ചോറ് തിന്നിട്ട് വന്നതാണ് സത്യത്തിൽ.
പക്ഷെ പറയത്തില്ല. ചത്താലും പറയത്തില്ല. നന്ദവളിയിലാണെങ്കിൽ നല്ല രീതിയിൽ നല്ല മത്സരം കാഴ്ച ആത്മാർത്ഥമായിട്ട് മത്സരിച്ചു. അത് വലിയൊരു അഭിനന്ദനങ്ങൾ. അഭിനന്ദനം. അതെ, ഞങ്ങളിവിടെ ആണെങ്കിൽ ഞങ്ങൾ 3 പേര് മത്സരിച്ചാൽ ഒറ്റയ്ക്ക് മത്സരമുണ്ട്. ക്യാമറ വെക്കാതെ ഞങ്ങൾക്ക് 3 പേർക്ക് ഒരു ദിവസം കഴിക്കാനുള്ള ഫുഡാണ്. അതെ ഞങ്ങൾ 3 നമുക്ക് തന്നെ അടുത്തൊരു വ്ളോഗ് ഞങ്ങൾ കഴിക്കുന്നത് ഒരു വ്ളോഗ് കിട്ടില്ലേ? അല്ല ഞങ്ങൾ സിംഗിൾ കഴിക്കാൻ ഇവര് 3 പേരോട് ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് നമ്മൾ ആരെങ്കിലും ഒരാളെ നമ്മൾ നോക്കിയില്ല, 4-5 പേര് നോക്കി നമ്മള് ആകത്തില്ല. പക്ഷെ ഇത് ഇവര് ചോദിത്ര പറ്റത്തില്ല ഇവര് ചോദിത്ര കഴിക്കുന്നില്ല. പറ്റത്തില്ല. നമുക്ക് പറയുന്ന കാര്യം നടക്കും മോനെ. സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാരാ പറ്റത്തില്ല. സർട്ടിഫിക്കറ്റ് ഉള്ളതാ. നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്ന് പരീക്ഷിക്കാം. 2 പേരും ഒരാളും കൂടെ 2 പേരും ഒരുമിച്ചിരുന്ന് കഴിക്കണം. അവിടെ അങ്ങ് ഇരിക്കാം. അപ്പൊ വൈകുന്നേരം വരെ ക്യാമറ വെക്കണം ഞങ്ങളവിടെ. ഓക്കെ, അപ്പം എന്താണ് വയർഫുള്ളായി. സത്യം പറയാം. എന്തെങ്കിലും പറയാനുണ്ടോ താങ്കൾക്ക്? എന്തെങ്കിലും ശ്രമിക്കണം. അല്ല അത് പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞു. കഴിക്കുമ്പോൾ മനസ്സിൽ എന്തായിരുന്നു? കഴിക്കുമ്പോ ഞാൻ ഓർത്തത് ദാസപ്പൻ ജയിക്കുമെന്നാ ഓർത്തത്. പക്ഷെ ദാസപ്പൻ നിങ്ങള് എല്ലാരും പറയുന്ന ഒരു തവണ പോലും ബിനീഷ് ബ്രോ മുന്നിലാന്ന് പറഞ്ഞിട്ടില്ല. അല്ല അത് ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് അല്ല മാറ്റി പറഞ്ഞത് പെട്ടെന്ന്. നിങ്ങൾ ഞാൻ എപ്പോഴും പുറയില്ല അല്ല പുറകിലാന്ന് പറഞ്ഞ് നിങ്ങൾ കയറി വരും. തിരിച്ചു വരുമെന്ന്. അല്ല ഞാൻ രണ്ടാവിടെ നല്ലല്ലോ, പുറകിലൊന്നും അല്ല. കറക്റ്റ് 3 പേര് ഒരുമിച്ചാണ് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ചിക്കൻ നേരത്തെ കഴിച്ചായിരുന്നു. നന്ദു ചിക്കനെ തൊട്ടില്ല. ദാസപ്പനും ചിക്കൻ ലാസ്റ്റ് ചിക്കൻ പാടായതാ. വേറെ എന്നാ ബ്രോ പറയാൻ? നമ്മുടെ വീഡിയോ ലേറ്റ് ആയെന്ന് ആൾക്കാർ പറയുന്നതിനൊക്കെ എന്തെങ്കിലും. അതെ ലേറ്റ് ആണ്, മഴയാണ് മെയിനായിട്ട് കാര്യം. സ്ഥിരമായിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഈറ്റിംഗ് ചാർജ് ഡെയിലി ഇടുമ്പോഴേ വിഷയം. അതുകൊണ്ട് നമ്മൾ ആഴ്ച കയറാൻ വെച്ചിടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതുപോലൊരു നല്ല വീഡിയോ ആയിട്ട്